അത് ഭക്ഷിക്കുക, കടന്നുറങ്ങുക, ആനന്ദിക്കുക, അതിൽ കൂടുതലൊന്നും മനുഷ്യ ലോകത്ത് ചെയ്യാനില്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തോട് വരുമ്പോൾ നമ്മുടെ ഇടയിലുള്ള യുവാക്കൾക്കൊക്കെ ഈ ഒരു ചിന്താഗതിയാണുള്ളത്. അതായത് ഭക്ഷണം കഴിക്കുക, കുറച്ച് റീൽസ് കാണുക, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാമെന്നില്ല. പിന്നെ ജോലി ചെയ്യുക, സമ്പാദിക്കുക, ഇഷ്ടമുള്ള കാറ് വാങ്ങുക, ഇഷ്ടമുള്ള ബൈക്ക് മേടിക്കുക, കുടുംബത്തെ നോക്കുക എന്നൊക്കെയാണ്. കുടുംബത്തെ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ദൈവികതയുണ്ട്. കാരണം നമുക്ക് അപ്പനും അമ്മേനും തന്നത് നമ്മൾ ഡിസൈഡ് ചെയ്തുകൊണ്ടല്ല, നമുക്ക് ദൈവം തന്നുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ചിന്താഗതിയിലേക്ക് ഇന്നത്തെ യുവാക്കൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫിലോസഫിക്കാരെന്ന് പറയും ദൈവം എന്ന് പറയുന്നത് ഓംനി പ്രസന്റ് ആണ്, ഓംനി പൊട്ടന്റ് ആണ്, ഓംനിഷ്യന്റ് ആണ്. അതായത് ദൈവം എല്ലായിടത്തും ഉണ്ട്, സർവ്വവ്യാപിയാണ്. നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഇസ്രായേൽ ജനം കാണിച്ചോളൂ നമ്മളൊരു എഫേർട്ട് എടുക്കണം. നമുക്ക് പേഴ്സണൽ ആയിട്ടൊരു ടൈം വേണം. നമുക്ക് ദൈവത്തോട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ കയറി കുർബാന കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുർബാനയ്ക്ക് കൂടുമ്പം നമ്മുടെ ചിന്ത വേറെ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കില്ല.